ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 സംഘാംഗങ്ങൾക്ക് അല്പസമയം മുമ്പ് ബഹിരാകാശ നിലയത്തിലെ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകി. ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞായിരുന്നു ശുഭാംശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ ദേശത്തേക്കാളും മികച്ചതായി തോന്നുമെന്നും ശുഭാംശു പറഞ്ഞു. And I would like to take this opportunity to thank my country and all their citizens for supporting this mission and me with all their hearts. And I would like to thank ISRO for making this happen. All the colleagues at ISRO who have worked tirelessly in developing all the protocols, the science and the outreach activities. The researchers back in India, the students who developed the outreach items that I carried. 41 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ, मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहाँ से अच्छा दिखता है. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻ, വളരെ അഭിമാന നിമിഷമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ബഹിരാകാശത്തേക്ക് പോയ ഒരു സഞ്ചാരി മടങ്ങി വരുന്നു, നമ്മുടെ ശുഭാംശു. തീർച്ചയായിട്ടും SK, ഇന്ത്യക്ക് വലിയ അഭിമാനകരമായ നിമിഷമാണ് നാളെ ഉണ്ടാവുക. കാരണം ആദ്യമായി ഇന്ത്യക്കാരനായ ഒരാൾ അവിടെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ശുഭാംശുവിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. അത് മാത്രമല്ല 41 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ഇന്ത്യക്കാരൻ, അതായത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് തന്നെ പോയത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആക്സിയം 4 എന്ന ദൗത്യം ഇന്ത്യയെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ. അതിന് നാളെ വൈകിട്ട് 4:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും ശുഭാംശുവും സംഘവും യാത്ര പുറപ്പെടുക. ഏതാണ്ട് 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയുണ്ട്. അതിനുശേഷം മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും പസഫിക് സമുദ്രത്തിൽ അവിടെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. അതായത് നേരത്തെ അങ്ങോട്ട് പോയ അതേ പേടകം, ഡ്രാഗൺ പേടകം, അത് സ്പേസ് എക്സിന്റെ പേടകമാണ്, അതേ പേടകത്തിൽ തന്നെ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ 4 സംഘം നാളെ വൈകിട്ട് 4:35 പുറപ്പെടുന്നു. മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഇനി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അല്പസമയം മുൻപ് ബഹിരാകാശ നിലയത്തിൽ ഒരു ഔദ്യോഗിക യാത്രയയപ്പ് ചടങ്ങ്, ഒരു ഫെയർവെൽ പാർട്ടി തന്നെ അവിടെ സംഘടിപ്പിച്ചു. നിലവിൽ അവിടെ തുടരുന്ന, അതായത് എക്സ്പെഡിഷൻ 73 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായി മാസങ്ങളായി ഏപ്രിൽ മുതൽ അവിടെ തുടരുന്ന 7 പേരുണ്ട്. അങ്ങനെ 7 എക്സ്പെഡിഷൻ 73 ദൗത്യ സംഘങ്ങളും ഒപ്പം തന്നെ ആക്സിയം 4-ലെ 4 പേരും, അങ്ങനെ 11 പേരാണ് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അവിടെയുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 7 പേർ മാത്രമായി ചുരുങ്ങാൻ പോവുകയാണ് നാളേക്ക് ശേഷം. കാരണം 4 പേർ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. ഈ മാസം 31-ാം തീയതി ഒരു 4 പേർ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെയുള്ള എക്സ്പെഡിഷൻ 73-യുടെ ഭാഗമായ 4 പേർക്ക് പകരമായി ഒരു പുതിയ ഷിഫ്റ്റ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ബഹിരാകാശ ഗവേഷണ ദിനങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയം മുൻപ് നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ശുഭാംശു ശുക്ല രാജ്യത്തെ അഭിസംബോധന സംസാരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞത് ഇത് സാധ്യമാക്കിയ രാജ്യത്തിനും ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗവേഷകർ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, അവരൊക്കെ തന്ന ഇൻപുട്ടുകൾ അത് വലിയ വില ഏറിയതാണ്. അതിനൊക്കെ നന്ദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 41 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ രാകേഷ് ശർമ്മ, ഇന്ത്യക്കാരനായ ബഹിരാകാശ സഞ്ചാരി, ആദ്യ ബഹിരാകാശ സഞ്ചാരി, അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും മികച്ച ദേശമായി തോന്നുന്നു, സാരേ ജഹാ സെ അച്ഛ എന്നാണ്. അങ്ങനെയെങ്കിൽ 41 വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാണ് വീണ്ടും അതേ വാക്യം ശുഭാംശു ആവർത്തിച്ചത്, സാരേ ജഹാ സെ അച്ഛ. ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ ദേശത്തേക്കാളും അത്രയും മനോഹരമായി തനിക്ക് തോന്നുകയാണ്, കൂടുതൽ തിളങ്ങി നിൽക്കുന്നു ഇന്ത്യ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്നാണ് ശുഭാംശു പറഞ്ഞത്. അങ്ങനെ വലിയ അഭിമാനകരമായൊരു നിമിഷം സമ്മാനിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ആക്സിയം 4 എന്ന് പറയുന്ന ലോകത്തെ 2ാമത്തെ ദൗത്യമാണ് ഈ രീതിയിൽ, അതായത് സർക്കാർ സഹായത്തോടു കൂടി, ഗവൺമെന്റ് സഹായത്തോടു കൂടി നടത്തുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് ആക്സിയം 4 ദൗത്യം. ആ ദൗത്യം നാളെ പരിസമാപ്തിയാവുകയാണ്. തിരികെ എത്തുക മറ്റന്നാളാണെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് ഈ ദൗത്യസംഘം കടക്കുന്നു എന്നുള്ളതാണ്. 22 മണിക്കൂറോളം നീളമുള്ള, അല്ലെങ്കിൽ ഇത്രയും ദൈർഘ്യം വരുന്ന ഒരു യാത്രയാണ് ഈ മടക്കയാത്രയ്ക്ക് വേണ്ടിവരിക. മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടെയാണ് ഈ സംഘം താഴെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. SK. ഓക്കെ, താങ്ക് യു പ്രജിൻ സി കണ്ണൻ. സയൻസ് ഡെസ്കിൽ നിന്നാണ് പ്രജിൻ സി കണ്ണൻ ചേർന്നത്.